മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു മാവേലിക്കരയിലേത്. 6 വയസ്സുകാരിയെ സ്വന്തം പിതാവ് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ആ ക്രൂരകൃത്യത്തിനൊടുവിൽ നക്ഷത്ര എന്ന പിഞ്ചോമന നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് മാഞ്ഞു. നക്ഷത്രയുടെ മൃതദേഹം ഇന്നാണ് സംസ്കരിച്ചത്. പത്തിയൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ 100 കണക്കിന് പേരാണ് വിങ്ങുന്ന ഹൃദയവുമായി കുരുന്നിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. നക്ഷത്രയുടെ കുസൃതിച്ചിരി നിറഞ്ഞ ചിത്രം കണ്ട് ചിലർ വാവിട്ട് നിലവിളിച്ചു. ബുധനാഴ്ച രാത്രിയോടെയാണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. ശ്രീ മഹേഷ് മഴു ഉപയോഗിച്ച് 6 വയസ്സുകാരിയുടെ കഴുത്തിനാണ് വെട്ടിയത്. വീട്ടിൽ നിന്നുള്ള ബഹളം കേട്ട് ഓടിയെത്തിയ മഹേഷിന്റെ അമ്മ സുനന്ദയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൈക്ക് വെട്ടേറ്റ സുനന്ദ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമമുണ്ടായി. ഒടുവിൽ വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് ശ്രീ മഹേഷിനെ കീഴ്പ്പെടുത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തുന്നത് കാണുന്നില്ല, മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ട. മരിച്ചു കിടക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഞരമ്പ് മാത്രമേ ഉള്ളായിരുന്നു. കൊച്ചിൻ്റെ തല തെക്കോട്ടും കാല് അങ്ങോട്ടും കിട്ടി ഒരു സൈഡിലോട്ട് ഇടത്തോട്ട് കമന്ന് കിടക്കുമായിരുന്നു. ആദ്യം എന്നിട്ട് ഇവനെ ഡെഡായി. ഞരമ്പ് 2 ഞരമ്പോളം ഇങ്ങനെ ഉള്ളായിരുന്നു. ശരീരത്തിൽ നിന്ന് മാറി കിടക്കുമായിരുന്നു. ഒരു വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു മീൻ, നമ്മൾ വലിയ മീൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് തല മാറ്റി വെക്കുന്ന മാതിരി തന്നെ കിടക്കുമായിരുന്നത്. അത്രയ്ക്ക് ദാരുണ്യമായ ഒരു സംഭവമായിരുന്നു. മഴുമാരിയുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പോയതായിരുന്നു ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ അക്രമി അപ്പുറത്തുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആക്രമിക്കാൻ ചെന്നു. മാനസിക രോഗി എന്ന് പറഞ്ഞാൽ ചില ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ചാനലുകളുടെ അവബോധം കൊണ്ട് അവർ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് സ്വബോധത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സ്വബോധത്തിൽ ചെയ്തെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാര്യം ഇവനെന്തെങ്കിലും പിന്നെ മാരകമായ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും ഇവൻ ചെയ്തത്. നക്ഷത്രയെ ശ്രീ മഹേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ പ്രതി നക്ഷത്ര അടക്കം 3 പേരെ കൊലപ്പെടുത്താനും പദ്ധതിയിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മകൾ നക്ഷത്ര, അമ്മ സുനന്ദ, ശ്രീ മഹേഷിന്റെ 2ാം വിവാഹം ഉറപ്പിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നിവരെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനുശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയിട്ടത്. കടയിൽ സ്ഥിരം വരുന്ന ആളായിരുന്നു. ഒന്നത്തോടെ അവിടെ വിട്ടു വരും. അവിടെ ആരോട് സഹകരിക്കത്തില്ല. ഇന്ന സാധനം പറയും, സാധനം മേടിച്ചോണ്ട് അപ്പോഴേ അങ്ങ് പോകും. നിൽക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്നും നിൽക്കത്തില്ല. അങ്ങനെയില്ല. ഇന്ന സാധനം പറയാം, അന്നേരം മേടിച്ചോണ്ട് വരും. ഒത്തിരി രൂപയ്ക്കൊന്നും മേടിക്കത്തൊന്നുമില്ല. കുറച്ച് സാധനം മേടിച്ചോണ്ട് അന്നേരം കുഞ്ഞ് ആവശ്യപ്പെടുന്ന സാധനം മേടിച്ചോണ്ട് അപ്പോഴേ എവിടെ പോയാലും കുഞ്ഞിനെ കൊണ്ടാകും. വ്യാഴാഴ്ച 5 മണിക്കൂറോളം ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശ്രീ മഹേഷിൽ നിന്ന് പോലീസിന് നിർണായക വിവരം ലഭിച്ചത്. ഇതോടെയാണ് കൊലപാതകം ആസൂത്രിതമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. വൈരാഗ്യത്തിന്റെ പേരിലാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ശ്രീ മഹേഷുമായുള്ള വിവാഹത്തിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥ പിന്മാറിയിരുന്നു. ശ്രീ മഹേഷിന്റെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചായിരുന്നു വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. പോലീസ് ഉദ്യോഗസ്ഥ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് മഹേഷിന്റെ സ്വഭാവ ദൂഷ്യം കാരണമാണെന്ന് അമ്മയും കുറ്റപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ മഹേഷിനെ ചൊടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഓൺലൈനിൽ ഒരു മഴു ഓർഡർ ചെയ്തത്. എന്നാൽ ഇത് കിട്ടിയില്ല. പിന്നാലെ മാവേലിക്കരയിൽ നിന്ന് പ്രത്യേകമായി ഒരു മഴു നിർമ്മിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിൽ കട്ടിലിനടിയിൽ നിന്ന് പോലീസ് മഴു കണ്ടെടുത്തിരുന്നു.